Good morning, dear students. Welcome to another session of online class. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സബ്സിഡറി ബുക്സിനെ പറ്റിയാണ്, അല്ലെങ്കിൽ സബ്ഡിവിഷൻ ഓഫ് ജേണൽ ഓർ സ്പെഷ്യൽ ജേണൽസ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയ ടോപ്പിക് എന്ന് പറയുന്നത് സബ്സിഡറി ബുക്സാണ്, അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണൽസാണ്. പ്രധാനമായിട്ടും 8 സബ്സിഡറി ബുക്സാണ് നമുക്ക് ഉള്ളത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിനെ അല്ലെങ്കിൽ ജേണലിനെ പ്രധാനമായിട്ടും 8 സബ്സിഡറി ബുക്സായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത് ക്യാഷ് ബുക്കാണ്. രണ്ടാമത്തെ ബുക്ക് പർച്ചേസസ് ബുക്ക്. അപ്പോൾ ക്യാഷ് ബുക്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യുന്നു. പർച്ചേസസ് ബുക്കിൽ ക്രെഡിറ്റ് പർച്ചേസസ് മാത്രം റെക്കോർഡ് ചെയ്യുന്നു. അടുത്തത് സെയിൽസ് ബുക്കാണ്. ക്രെഡിറ്റ് സെയിൽസ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് സെയിൽസ് ബുക്ക്. പിന്നീട് പർച്ചേസ് റിട്ടേൺസ് ബുക്കും സെയിൽസ് റിട്ടേൺസ് ബുക്കും. പർച്ചേസ് റിട്ടേൺസ് ബുക്കിലും സെയിൽസ് റിട്ടേൺസ് ബുക്കിലും ഇത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ പറഞ്ഞു. ഇനി അതിലുള്ളത് BR ബുക്കാണ്, ബിൽസ് റിസീവബിൾ ബുക്ക്. നമുക്ക് കിട്ടേണ്ടുന്ന അല്ലെങ്കിൽ നമുക്ക് റിസീവ് ചെയ്തിട്ടുള്ള ബില്ലുകൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് BR ബുക്ക് എന്ന് പറയുന്നത്. അടുത്ത ബുക്ക് ബിൽസ് പേയബിൾ ബുക്കാണ്. ബില്ല് ഇഷ്യൂ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബില്ല് ആക്സെപ്റ്റൻസ് നടത്തിയിട്ടുള്ള അത്തരം ബില്ലിനെയാണ് എന്തായിട്ട് പറയുന്നത്, ബിൽസ് പേയബിൾ ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 7 ബുക്കായി. 8ാമത്തെ ബുക്കിൻ്റെ പേരാണ് ജേണൽ പ്രോപ്പർ. ഈ 7 ജേണലുകളിലും അല്ലെങ്കിൽ 7 ടൈപ്പിലും പെടാത്ത ജേണൽസ് റെക്കോർഡ് ചെയ്യാനുള്ള ബുക്കിനെ നമുക്ക് എന്തായിട്ട് പറയാം, ജേണൽ പ്രോപ്പർ എന്ന് പറയാം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്യാഷ് ബുക്കിനെ പറ്റിയാണ്. എന്താണ് ക്യാഷ് ബുക്ക്? നമുക്കറിയാം, ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമാണ്. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. 1. 2, ക്യാഷ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെയാണ് വരയ്ക്കുന്നത്. ഒരു സാധാരണ നോർമൽ അക്കൗണ്ട് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെയാണ് ക്യാഷ് ബുക്ക് നമ്മൾ വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്യുന്ന ഒരു ഐറ്റം കറസ്പോണ്ടിങ് ആയിട്ട് പോസ്റ്റിംഗ് നടത്തുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് പോസ്റ്റിംഗ് മറ്റ് അക്കൗണ്ടുകളിലും നടത്തേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ, ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ്. ഗുഡ്സ് നമ്മൾ ക്യാഷ് സെയിൽ നടത്തി. അതിൻ്റെ ജേണൽ എൻട്രിയാണ് ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ നമ്മൾ ടു സെയിൽസ് എന്ന് എഴുതുന്നു. സ്വാഭാവികമായിട്ടും സെയിൽസ് അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് വേണം. അങ്ങനെയാണ് ഇത് പോസ്റ്റിംഗ് നടത്തുക. അപ്പോൾ ആദ്യം നമ്മൾ സബ്സിഡറി ബുക്സാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ക്യാഷ് ബുക്കിൻ്റെ മറ്റ് സ്പെഷ്യാലിറ്റീസൊന്നും, പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്നൊക്കെ നോക്കാം നമുക്ക്. ക്യാഷ് ബുക്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, റെസീപ്റ്റ്സും അല്ലെങ്കിൽ എന്താണ് ക്യാഷ് ഐറ്റംസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനുള്ള ബുക്കിനെയാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബോത്ത് എ ലെഡ്ജർ ആൻഡ് ജേണൽ. അല്ലെങ്കിൽ ജേണൽ ആൻഡ് ലെഡ്ജർ. അത് ലെഡ്ജറും അതുപോലെ തന്നെ ജേണലുമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇറ്റ് വിൽ ഷോ ഡെബിറ്റ് ബാലൻസ്. സ്വാഭാവികമായിട്ടും ഡെബിറ്റ് ബാലൻസ് ആണത് കാണിക്കുന്നത്. ഇനി മറ്റൊരു സ്പെഷ്യാലിറ്റി ഇതിൽ ക്യാഷ് ബുക്കിൽ ഒരിക്കലും തെറ്റ് വരാത്തൊരു കാര്യമുണ്ട്. എന്താണത്? അതിന് 2 സൈഡാണ് ഉള്ളത്. ഡെബിറ്റ് സൈഡ് നമുക്ക് റെസീപ്റ്റ് സൈഡ് എന്ന് പറയാം, ക്യാഷ് റെസീപ്റ്റ്സ് ആണ്. ദെൻ ക്രെഡിറ്റ് സൈഡ് നമുക്ക് പേയ്മെൻറ്റ് സൈഡ് എന്ന് പറയാം. അപ്പോൾ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡ് റെസീപ്റ്റ് സൈഡും ക്രെഡിറ്റ് സൈഡ് എന്താണ്, പേയ്മെൻറ്റ് സൈഡാണ്. അപ്പോൾ ഈ അക്കൗണ്ട് വരയ്ക്കാൻ വളരെ വളരെ എളുപ്പമാണ്. കാരണം എന്താണ്, ക്യാഷ് ബുക്കിൻ്റെ
കിട്ടിയൊക്കെ ക്യാഷ് ബുക്കിൽ റെസീപ്റ്റ്സ് വരുന്നതൊക്കെ ഇവിടെ ചെയ്യുക ഡെബിറ്റിൽ എഴുതുക. പേയ്മെൻറ്റ്സ് ഉള്ളതെല്ലാം തന്നെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം, ഒരു ക്യാഷ് ബുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? നമുക്ക് ക്യാഷ് ലഭിക്കുന്നതെല്ലാം ഡെബിറ്റ് കോളത്തിൽ റെസീപ്റ്റ് കോളത്തിൽ എഴുതുക, ക്യാഷ് പേ ചെയ്യുന്നതെല്ലാം ക്രെഡിറ്റ് കോളത്തിൽ എഴുതുക. ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ബാലൻസ്, ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് എപ്പോഴും എന്ത് ബാലൻസാണ്? എപ്പോഴും അതിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. എപ്പോഴും ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്ന ഒരു അല്ലെങ്കിൽ ലെഡ്ജറാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അത് ഒരേ സമയം ജേണലും ലെഡ്ജറുമാണ്. ഇത്രയാണ് നമുക്ക് കോമൺ ആയിട്ട് ക്യാഷ് ബുക്കിനെ പറ്റി പഠിക്കാനുള്ളത്. അടുത്തത് ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്കാണ്. ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ പ്രധാനമായിട്ടും ക്യാഷ് ബുക്കുകളെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ക്യാഷ് ബുക്കാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഓർ സിമ്പിൾ ക്യാഷ് ബുക്ക്. സിമ്പിൾ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്യാഷ് ബുക്ക്. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഒരു എമൗണ്ട് കോളം മാത്രമുള്ള ക്യാഷ് ബുക്ക്. ഒരു എമൗണ്ട് കോളം എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിൽ ഒരെണ്ണം, ക്രെഡിറ്റ് സൈഡിൽ ഒരെണ്ണം. ഓരോ എമൗണ്ട് കോളം വീതം ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലുള്ള ക്യാഷ് ബുക്കിനെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ എമൗണ്ട് കോളം, ഓരോ എമൗണ്ട് കോളംസ് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലുള്ള അല്ലെങ്കിൽ ഒരു എമൗണ്ട് കോളമുള്ള ക്യാഷ് ബുക്കിനെ നമുക്ക് എന്തായിട്ട് പറയാം? സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ സിമ്പിൾ ക്യാഷ് ബുക്ക് എന്ന് പറയാം. ദെൻ അടുത്ത ടൈപ്പ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഓർ ക്യാഷ് ബുക്ക് വിത്ത് ക്യാഷ് ആൻഡ് ഡിസ്കൗണ്ട് കോളം. അതായത് എമൗണ്ട് കോളത്തിന് തൊട്ടിപ്പുറത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിട്ട് അല്ലെങ്കിൽ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ഡിസ്കൗണ്ട് കോളം കൂടി ഓരോ സൈഡിലും ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും വരുന്ന അക്കൗണ്ടുകളെയാണ് അല്ലെങ്കിൽ ക്യാഷ് ബുക്കിനെയാണ് നമുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് വരയ്ക്കുമ്പോൾ ഡെബിറ്റ് സൈഡിലെ എമൗണ്ടിനോട് തൊട്ടിപ്പുറത്തായിട്ട് എമൗണ്ടിന് മുൻപായിട്ട് ഒരു ഡിസ്കൗണ്ട് കോളം ഉണ്ടായിരിക്കും. ക്രെഡിറ്റ് സൈഡിലും എമൗണ്ടിന് മുൻപായിട്ട് തൊട്ട് മുൻപിലായിട്ട് ഒരു ഡിസ്കൗണ്ട് കോളം ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ സൈഡിലും ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഡിസ്കൗണ്ട് കോളവും എമൗണ്ട് കോളവും കൂടി വരുന്ന അക്കൗണ്ടുകളെയാണ് എന്തായിട്ട് പറയുന്നത്? ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ്റെയും നമുക്ക് ക്യാഷ് കിട്ടുമ്പോൾ ഡിസ്കൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഡിസ്കൗണ്ട് കോളം. ക്യാഷ് പേ ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതാൻ വേണ്ടിയിട്ടാണ് പേയ്മെൻറ്റ് സൈഡിലെ ഡിസ്കൗണ്ട് കോളം. അപ്പോൾ ഡെബിറ്റ് സൈഡിലെ ഡിസ്കൗണ്ട് കോളം ഡിസ്കൗണ്ട് നമ്മൾ അനുവദിച്ചത്, അലൗ ചെയ്തത് എഴുതാനും, ക്രെഡിറ്റ് സൈഡിലെ ഡിസ്കൗണ്ട് കോളം നമുക്ക് ലഭിച്ച അല്ലെങ്കിൽ പേയ്മെൻറ്റ് സമയത്ത് നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് എഴുതാനുള്ള കോളാണ് പേയ്മെൻറ്റ് സൈഡിലെ കോളം. ഇനി നമുക്ക് മൂന്നാമത്തെ ടൈപ്പ് നോക്കാം, ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്. ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് ഓർ ക്യാഷ് ബുക്ക് വിത്ത് ക്യാഷ്, ഡിസ്കൗണ്ട് ആൻഡ് ബാങ്ക് കോളം. ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3 കോളംസ് ഉണ്ടായിരിക്കും. ഓരോ സൈഡിലും എമൗണ്ട് കോളത്തിനടുത്തായിട്ട്, എമൗണ്ട് കോളത്തിന് മുൻപായിട്ട് 2 കോളംസ് കൂടി ഉണ്ടായിരിക്കും. ഒന്ന്, ആദ്യത്തെ കോളം ഡിസ്കൗണ്ട്, പിന്നെ ബാങ്ക്, പിന്നെ എമൗണ്ട് എന്ന് പറയുന്നത് ക്യാഷിൻ്റെ കോളം. അപ്പോൾ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് പേര് പറയുന്ന പോലെ തന്നെ 3 എമൗണ്ട് കോളംസ് ഉള്ള ക്യാഷ് ബുക്കാണ്. അല്ലെങ്കിൽ അതിനെ എന്തായിട്ട് പറയാം? ക്യാഷ് ബുക്ക് വിത്ത് ക്യാഷ്, ഡിസ്കൗണ്ട് ആൻഡ് ബാങ്ക് കോളം. ക്യാഷ്, ഡിസ്കൗണ്ട് ആൻഡ് ബാങ്ക് കോളം. നാലാമത്തെ പോയിൻ്റ് പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് പെറ്റി പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പേയ്മെൻറ്റ്സിന് വേണ്ടി കാഷ്യറെ, വലിയ സ്ഥാപനങ്ങളിലൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ഡേ ടു ഡേ എക്സ്പെൻസുകൾ കുറേ അധികം ഉണ്ടായിരിക്കാം. ഭൂരിഭാഗം ചെറിയ ചെറിയ എക്സ്പെൻസുകളായിരിക്കാം. സ്റ്റേഷനറി വാങ്ങാനുണ്ടായിരിക്കാം, കൂലി കൊടുക്കാനുണ്ടായിരിക്കാം, പോസ്റ്റേജിന് എക്സ്പെൻസ് ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ അല്ലെങ്കിൽ കൊറിയർ അയക്കാനുള്ള ചിലവുണ്ടായിരിക്കാം, അല്ലേ? മറ്റ് എക്സ്പെൻസുകൾ, ചില്ലറ ഓഫീസ് എക്സ്പെൻസുകൾ വേണ്ടി വന്നേക്കാം. ഇങ്ങനെയുള്ള ഡേ ടു ഡേ അഫെയേഴ്സിന് വേണ്ടി വലിയ
ഫാക്ടറികളിലും അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങളിലും മെയിൻ കാഷ്യറെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതൊരു പ്രശ്നമല്ലാതിരിക്കാൻ വേണ്ടി ഒരു സബ് സിസ്റ്റം അവിടെ എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതായത് അവിടെ ഒരു അസിസ്റ്റൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു ക്ലർക്കിനെയോ എന്തായിട്ട് അല്ലെങ്കിൽ ഒരു പെറ്റി കാഷ്യറെയോ അപ്പോയിൻറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇത്തരം ചെറിയ എക്സ്പെൻസുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത്ര ചെറിയ എക്സ്പെൻസുകളൊക്കെ കൊടുത്തു തീർക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് ക്യാഷ് പേയ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് ക്യാഷ് എന്താണ് ബുക്ക് അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് മെയിൻ്റനൻസ് ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മാസം തുടക്കത്തിൽ ഒരു 5,000 അല്ലെങ്കിൽ 1,000 അല്ലെങ്കിൽ 500 ഒക്കെ ഈ പെറ്റി കാഷ്യറെ ഏൽപ്പിക്കുന്നു. അദ്ദേഹം ആ ഒരു മാസം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ ഇത്തരം എക്സ്പെൻസുകളൊക്കെ, ഓഫീസ് എക്സ്പെൻസുകൾ, സ്റ്റേഷനറി എക്സ്പെൻസുകൾ പോലുള്ള എക്സ്പെൻസുകളൊക്കെ അതിൽ നിന്ന് നിർവഹിക്കുന്നു. അവസാനം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1000 രൂപ പെറ്റി കാഷ്യറെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവസാനം ഒരു 600 രൂപ ചിലവായി കഴിഞ്ഞാൽ മാസം അവസാനെത്തുമ്പോൾ എക്സ്പെൻസൊക്കെ നോക്കി എന്ത് ചെയ്യുന്നു? വീണ്ടും നെക്സ്റ്റ് ഡേ ഫസ്റ്റിനെ വീണ്ടും 600 റുപ്പീസ് എന്ത് ചെയ്യുന്നു? ആ പെറ്റി കാഷ്യർക്ക് പേ ചെയ്യുന്നു. അപ്പോൾ അടുത്ത നെക്സ്റ്റ് മന്ത് ഫസ്റ്റിനെ 1-ാം തീയതി വീണ്ടും അത് ബാലൻസ് എന്ത് ചെയ്യുന്നു? 1000ലേക്ക് കൊണ്ടുവന്നു അല്ലേ? അടുത്ത മാസം ഇതുപോലെ തന്നെ എന്താണ് ആ കണക്ക് നോക്കിയതിന് ശേഷം ചിലവായിട്ടുള്ള എമൗണ്ട് ആര് കൊടുത്തുകൊണ്ടിരിക്കും? മെയിൻ കാഷ്യർ പെറ്റി കാഷ്യർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ബുക്കാണ് പെറ്റി ക്യാഷ് ബുക്ക്. എന്തായാലും വിശദമായിട്ട് നമുക്ക് ആ ടോപ്പിക് എടുക്കുമ്പോൾ എന്താണ് പെറ്റി ക്യാഷ് ബുക്ക് എന്നും അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് പറയാം. ഇന്ന് നമുക്ക് ആദ്യമായിട്ട് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് നമുക്ക് എന്താണെന്ന് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എമൗണ്ട് കോളംസ്, ഒരു എമൗണ്ട് കോളം മാത്രമുള്ള ക്യാഷ് ബുക്കിനെയാണ് എന്തായിട്ട് പറയുന്നത്? സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് എന്തിലേക്ക് പോകാം? മറ്റ് ടോപ്പിക്കുകളിലേക്ക് പോകാം. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 21 ഇല്ലസ്ട്രേഷൻ 3. പേജ് നമ്പർ 21 ഇല്ലസ്ട്രേഷൻ 3. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എൻ്റർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഫോർ ദ മന്ത് ഓഫ് മാർച്ച് എന്നുള്ളതാണ് അതിൻ്റെ ഹെഡിങ്. സിംഗിൾ കോളം ക്യാഷ് ബുക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഫോളോയിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. 2019 March 1st ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ₹6,400. ദെൻ 9th റിസീവ്ഡ് ക്യാഷ് ഓൺ സെയിൽസ് ₹17,300. 11th പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 8,400. 24th പെയ്ഡ് ഇൻ ടു ബാങ്ക് ₹5,000. 30th received interest ₹2,700. 31st paid salary ₹5,800. ഇത്രയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഇത് നമുക്ക് ബോർഡിൽ സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്യാഷ് ബുക്ക് വരച്ചിട്ടുണ്ട്. ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡ് റെസീപ്റ്റ് സൈഡാണ്, ഡേറ്റ് കോളം ഉണ്ട്. ദെൻ ക്രെഡിറ്റ് സൈഡ് പേയ്മെൻറ്റ് സൈഡ് എന്നാണ് പറയുന്നത്. ദെൻ ഇവിടെ ലെഡ്ജർ ഫോളിയോ ഉണ്ട്, അതുപോലെ തന്നെ റെസീപ്റ്റ് നമ്പർ ഉണ്ട്. അതായത് ഇവിടെ പൈസ കിട്ടുന്നതാണല്ലോ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ റെസീപ്റ്റ് നമ്പർ നമുക്കറിയാം, ഡോക്യുമെൻ്ററി എവിഡൻസ് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ആ റെസീപ്റ്റ് നമ്പർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓഡിറ്റർക്ക് ചെക്ക് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഒന്നുകിൽ ഇൻവോയ്സ് വേണം അല്ലെങ്കിൽ വൗച്ചർ നമ്പർ വേണം കേട്ടോ. അപ്പോൾ വൗച്ചർ നമ്പർ എന്ന് പറഞ്ഞാൽ ഇൻവോയ്സോ അതുപോലെ തന്നെ ക്യാഷ് വൗച്ചറുകളുടെയൊക്കെ നമ്പർ, ഇൻവോയ്സിൻ്റെയോ ക്യാഷ് വൗച്ചറിൻ്റെയൊക്കെ നമ്പർ എഴുതാനുള്ള സ്പേസാണ് ഇവിടെ. കോളം വേണ്ടതാണ്, ഞാൻ സ്പേസ് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കോളം വരയ്ക്കാത്തത് കേട്ടോ. LFൻ്റെ കോളം വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ആദ്യത്തെ 2019 March 1st ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആണ്. എപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് എഴുതാം. 2019 March 1st ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഇവിടെ നമുക്ക് ടു ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് ആയതുകൊണ്ട് തന്നെ ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് ഓപ്പണിംഗ് ബാലൻസ് 6,400 ആണ്. 6,400 ആണ്. 6,400 എഴുതാം.
അടുത്ത ഐറ്റം വായിച്ചു നോക്കുക. 9th റിസീവ്ഡ് ക്യാഷ് ഓൺ സെയിൽസ്. അപ്പോൾ റെസിപ്റ്റ് വരികയാണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, അവിടെയാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പം 9th എങ്ങനെയാണ് പൈസ കിട്ടിയതെന്ന് മാത്രം എഴുതിയാൽ മതി. സെയിൽസ് എത്ര രൂപയാണ്? 17,300. 17,300. 9th കഴിഞ്ഞാൽ പിന്നെ 11th പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ് ചെയ്തു ഗുഡ്സ് ക്യാഷിനാണ്. അപ്പോൾ ക്യാഷ് കൊടുത്തിട്ട് ഗുഡ്സ് വാങ്ങിയെന്ന് അർത്ഥം. പേയ്മെൻ്റ് ആണ്, പേയ്മെൻറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. 2019 മാർച്ച് 11 ഇവിടെ ക്യാഷ് കൊടുത്താന്ന് എല്ലാവർക്കും അറിയാം, പേയ്മെൻറ്റ് സൈഡാണ്. അപ്പോൾ എന്ത് മാത്രം എഴുതിയാൽ മതി? അതിൻ്റെ റീസൺ മാത്രം എഴുതിയാൽ മതി. ബൈ പർച്ചേസസ് എമൗണ്ട് 8,400. 8,400. അടുത്ത ട്രാൻസാക്ഷൻ വായിക്കുക. 24th പെയ്ഡ് ഇൻ ടു ബാങ്ക് 5,000 അല്ലേ. പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞാലും പൈസ നമുക്ക് പേയ്മെൻറ്റ് നടത്തുകയാണ്. ദെൻ 24th ഡേറ്റ് എഴുതുക. ബൈ ബാങ്ക് എമൗണ്ട് 5,000 ആണ്. അപ്പോൾ 5,000. അടുത്തത് 30 റിസീവ്ഡ് ഇൻട്രസ്റ്റ് ₹2,700. നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി. എന്ത് കിട്ടിയാലും എവിടെയാണ് എഴുതുക? റെസിപ്റ്റ് സൈഡിലാണ് എഴുതുക. അപ്പോൾ 30 ആദ്യം ഡേറ്റ് എഴുതുക. എങ്ങനെയാണ് പൈസ കിട്ടിയത്? ഇൻട്രസ്റ്റ് അടക്കാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇനത്തിലാണ്. അപ്പോൾ ടു ഇൻട്രസ്റ്റ് എത്ര രൂപയാണ് കിട്ടിയത്? 2,700. 2,700. ദെൻ റിസീവ്ഡ് ഇൻട്രസ്റ്റ് 30th കഴിഞ്ഞാൽ 31st പെയ്ഡ് സാലറി 5,800. പെയ്ഡ് ആണ്, നമുക്ക് എക്സ്പെൻസ് ആണ്, പേയ്മെൻ്റ് ആണ്. 31st ബൈ സാലറി 5,800. 5,800 എഴുതി കഴിഞ്ഞാൽ പിന്നെ സാധാരണ നമ്മളൊരു അക്കൗണ്ട് എങ്ങനെ ബാലൻസ് ചെയ്യുന്നു അതുപോലെ തന്നെ രണ്ട് സൈഡ് ഈക്വലായിട്ട് വരയ്ക്കുക. എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്യാം. 17 2 19 1 20 26,400. 26,400. 26,400. അതിനപ്പുറത്തേക്ക് എടുത്ത് എഴുതുക. 26,400. ഇനി ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് എവിടെയാണ് കൂടുതൽ അവിടെ കൂട്ടി അപ്പുറത്തേക്ക് എടുത്ത് എഴുതി. ഇനി എന്ത് ചെയ്യുന്നു? ഇത് കൂട്ടി എവിടെ നിന്ന് കുറയ്ക്കുക? 26,400. ഈ ടോട്ടല് എല്ലാവർക്കും അറിയാം. ഇനി ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അറിയുന്നവർ ക്ഷമിക്കുക. ഈ എമൗണ്ടുകളൊക്കെ ആഡ് ചെയ്തിട്ട് എവിടെ നിന്ന് കുറയ്ക്കുക? ഈ 26,400 നിന്ന് കുറയ്ക്കുക. അങ്ങനെ അതിനെയാണ് ബാലൻസിങ്. ആ എമൗണ്ട് ഇവിടെ എഴുതുക. അതാണ് ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ 5 5 10 18 18 4 12 19,200 ആണ് വരുന്നത്. അപ്പോൾ 7,200 ആണ് ബാക്കി ബാലൻസ് വരുന്ന എമൗണ്ട്. അതിവിടെ എഴുതുക. ഈ ഇതിൻ്റെ അരിത്തമാറ്റിക്കൽ ആക്യുറസി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കുട്ടികൾ എഴുതുമ്പോൾ. 1,200 31st തന്നെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ക്ലോസിംഗ് ബാലൻസ് ആയതുകൊണ്ട് തന്നെ ബൈ ബാലൻസ് ക്യാരിഡ് ഔട്ട്. ഇനി അത് നമ്മൾ നെക്സ്റ്റ് മാസം, ഇതിപ്പോൾ മാർച്ച് അല്ലേ, അപ്പോൾ ഏപ്രിൽ 1 ഏപ്രിൽ 1 to
ബാലൻസ് ബ്രോഡ് ഡൗൺ 7,200. അപ്പോൾ അടുത്ത മാസത്തേക്ക് ഇത് ബ്രോഡ് ഡൗൺ ചെയ്ത് വയ്ക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിലെ സിംഗിൾ കോളം, അപ്പോൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്തു, മാർച്ച് 1 ഈ 2 ബാലൻസ് ബ്രോഡ് ഡൗൺ എഴുതിയില്ലേ, അതുപോലെ ഏപ്രിൽ 1 എഴുതി വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ നമ്മൾ നിർത്തേണ്ടത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ക്യാഷ് ബുക്കിലെ സിംഗിൾ കോളം ക്യാഷ് ബുക്കാണ് ഇന്ന് നമ്മൾ ഇവിടെ ബോർഡിൽ ചെയ്തത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ഈ സിംഗിൾ കോളം ക്യാഷ് ബുക്കിലെ എമൗണ്ട് കോളം ഓരോ എമൗണ്ട് കോളാണ് ഓരോ സൈഡിലുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ക്യാഷ് ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പോസ്റ്റ് ചെയ്യാന്നല്ല പറയുക, എഴുതാൻ റെക്കോർഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാൻ എളുപ്പം? ഇവിടെ 2 സൈഡാണല്ലോ, ഒന്ന് റെസീപ്റ്റ് സൈഡും മറ്റൊന്ന് പേയ്മെൻറ്റ് സൈഡും. പൈസ നമുക്ക് കിട്ടിയതൊക്കെ എഴുതേണ്ട സ്ഥലമാണിത്. അപ്പോൾ നമുക്ക് കിട്ടുന്നതൊക്കെ ഇവിടെ എഴുതാം, കൊടുത്തതൊക്കെ നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ക്യാഷ് ബുക്ക്. ഇനി നമ്മളോട് ശ്രദ്ധിക്കേണ്ടത്, ഇത് സബ്ഡിവിഷൻ ഓഫ് ജേണലിൻ്റെ ഭാഗമായിട്ടാണ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ജേണൽ പോസ്റ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ ക്യാഷ് ബുക്ക് വരയ്ക്കുന്നത് ശരിക്കും അക്കൗണ്ട് വരയ്ക്കുന്ന പോലെയാണ്. അതിലേക്കുള്ള പോസ്റ്റിങ്ങും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ ഐറ്റവും, അല്ലെങ്കിൽ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഓരോ ഐറ്റത്തിനും പോസ്റ്റിംഗ് അങ്ങനെ ചെയ്യുമെന്നുള്ളൊരു കേസ് വരും. അത് ഞാൻ ഇതിന് ശേഷം ക്ലാസ്സിൽ പറയാം. എങ്കിലും ഇപ്പോൾ തന്നെ അത് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പോവാം. ഇപ്പോൾ സെയിൽസ് ഇതെടുക്കുക. ഈ സെയിൽസ് 9-ാം തീയതിയുള്ള സെയിൽസിൻ്റെ ട്രാൻസാക്ഷൻ റിസീവ്ഡ് ക്യാഷ് ഓൺ സെയിൽസ് എന്നാണ്. ക്യാഷ് സെയിൽസ് നടത്തി. അപ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ് ആണ്. അപ്പോൾ ഇവിടെ ഡെബിറ്റ് സെയിൽസ് വന്നു അല്ലേ? അപ്പോൾ ഈ അക്കൗണ്ടിൽ, സെയിൽസ് അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ പോസ്റ്റിംഗ് കംപ്ലീറ്റ് ആയി. ഇതിവിടെ റെക്കോർഡ് ചെയ്യുന്നതിലൂടെ 1 സൈഡ് പോസ്റ്റിംഗ് കറക്റ്റായി. ഇനി ഓപ്പോസിറ്റ് സൈഡ് പോസ്റ്റിംഗ് വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? സെയിൽസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ബൈ സൈഡിൽ ക്യാഷ് എഴുതി കഴിഞ്ഞാലാണ് അതിൻ്റെ പോസ്റ്റിംഗ് കംപ്ലീറ്റ് ആവുള്ളൂ. അത് എന്തായാലും നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, എങ്കിലും ഒന്നുകൂടി പറഞ്ഞെന്ന് മാത്രം. തിയറി ടോപ്പിക്ക് ഞാനിത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പോസ്റ്റിംഗ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ്. വൈൽ മേക്കിംഗ് എൻ എൻട്രി ഇൻ ദ ക്യാഷ് ബുക്ക് ദ പർപ്പസ് ഓഫ് ജേണൽ ഈസ് സെർവ്ഡ്. അപ്പോൾ ജേണലിന് പകരമാണ് നമ്മൾ ക്യാഷ് ബുക്കിൽ എൻട്രി മേക്ക് ചെയ്യുന്നത്. പക്ഷേ ലെഡ്ജർ പോസ്റ്റിംഗ് എങ്ങനെ നടത്തും? ഇനി നമുക്ക് എന്തിലേക്ക് പോകണം? പോസ്റ്റിങ്ങിലേക്ക് പോകണം. സിൻസ് ക്യാഷ് ബുക്ക് ഈസ് റൂൾഡ് ലൈക്ക് എൻ അക്കൗണ്ട്, ക്യാഷ് ആസ്പെക്റ്റ് ഈസ് ഓൾറെഡി പോസ്റ്റഡ് വിത്ത്. അപ്പോൾ ക്യാഷ് ബുക്ക് ഒരു അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ആയതുകൊണ്ട് തന്നെ ഓൾറെഡി ക്യാഷ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള അസംഷനിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ബട്ട് പോസ്റ്റിംഗ് ഷുഡ് ബി ഡൺ ടു ദ റിമൈനിങ് അക്കൗണ്ട്സ്. പക്ഷേ ബാക്കിയുള്ള ഭാഗം, അപ്പോൾ ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ്, അവിടെ സെയിൽസ് എന്ന് പറയുന്ന പോർഷൻ അത് പോസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. സോ ഫോർ ഈച്ച് ഐറ്റം അപ്പിയറിംഗ് ഓൺ ദ ഡെബിറ്റ് സൈഡ് an account is opened in that name and is credited. ഓരോ ഐറ്റം ഡെബിറ്റ് സൈഡിലുള്ള ഓരോ ഐറ്റത്തിൻ്റെയും പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും അത് ക്രെഡിറ്റ് ചെയ്യും വേണം. ഏത് ക്രെഡിറ്റ് ചെയ്യണം? ഈ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും വേണം. സിമിലർലി ഫോർ ഐറ്റംസ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് പോസ്റ്റിംഗ് ഈസ് ഡൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ഈച്ച് അക്കൗണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലെ ഐറ്റംസിനും എന്ത് ചെയ്യണം? ഓരോ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ക്യാഷ് ഡെബിറ്റ് ചെയ്യുകയും വേണം കേട്ടോ. ഇത്രയാണ് പോസ്റ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, എങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അടുത്ത ടോപ്പിക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്കാണ്. ഓർ ക്യാഷ് ബുക്ക് വിത്ത് ഡിസ്കൗണ്ട് ആൻഡ്, അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് വിത്ത് ഡിസ്കൗണ്ട് കോളം. ഡിസ്കൗണ്ട് ആൻഡ് ക്യാഷ് എന്ന് പറയേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. ക്യാഷ് ബുക്കിൽ ഓൾറെഡി ക്യാഷിനൊരു എമൗണ്ട് കോളം ഉണ്ടല്ലോ. അപ്പോൾ ക്യാഷ് ബുക്ക് വിത്ത് ക്യാഷ് ആൻഡ് ഡിസ്കൗണ്ട് കോളത്തിനെയാണ് എന്തായിട്ട് പറയുന്നത്? ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും
ഓരോ എമൗണ്ട് കോളംസ് അഡീഷണലായിട്ട് വേണ്ടി വരുന്നു. എമൗണ്ട് കോളത്തിന് തൊട്ട് മുൻപിലായിട്ട് ഓരോ എമൗണ്ട് കോളം കൂടി, ആ എമൗണ്ട് കോളം എന്നല്ല അതിനെ പറയുന്നത്, ഡിസ്കൗണ്ട് കോളം കൂടി എന്ത് ചെയ്യുന്നു, അഡീഷണലായിട്ട് വേണ്ടി വരുന്നു. അപ്പോൾ നമുക്കറിയാം ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിനെ നമ്മൾ റെസിപ്റ്റ് സൈഡ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിനെ പേയ്മെൻറ്റ് സൈഡ് എന്ന് പറയുന്നു. അപ്പോൾ റിസീപ്റ്റ് സൈഡിൽ വരുന്നതൊക്കെ നമുക്ക് ക്യാഷ് കിട്ടുന്നതാണ്, ലഭിക്കുന്നതാണ്, റിസീവ് ചെയ്യുന്നതാണ്. ആ റിസീവ് ചെയ്യുന്ന ക്യാഷ് റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അലൗ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അനുവദിക്കുന്ന ഡിസ്കൗണ്ടാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. അതേസമയം പേയ്മെൻറ്റ് സൈഡിൽ വരുന്ന ക്യാഷ് പേ ചെയ്യുന്നതാണ്. ക്യാഷ് പേ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് എവിടെ വരുന്നത്, ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. അപ്പോൾ ഒന്ന് നമുക്ക് റിസീവ് ചെയ്യുന്ന ഡിസ്കൗണ്ടും മറ്റൊന്ന് നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ എന്താണ്, ഒന്ന് നമുക്ക് റിസീവ് ചെയ്യുന്ന ഡിസ്കൗണ്ട്, പേ ചെയ്യുന്ന സമയത്താണ് ഡിസ്കൗണ്ട് വരുന്നത്. മറ്റൊന്ന് എന്താ ചെയ്യുന്നത്, നമുക്ക് അല്ലെങ്കിൽ നമ്മൾ അലൗ ചെയ്യുന്ന ഡിസ്കൗണ്ടാണ് റെസിപ്റ്റ് സൈഡിൽ വരുന്ന ഡിസ്കൗണ്ട്. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്കിന് പറയാനുള്ളൂ. ഇനി നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ചെയ്യേണ്ടത്. ഇല്ലസ്ട്രേഷൻ 4, പേജ് നമ്പർ 22. Enter the following transactions for the month of January in a double column cash book. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, ശ്രദ്ധിക്കുക. 2019 January 1st, opening balance of cash 11,900. January 10th, received cash from Mohan rupees 8,800. Discount allowed 200. Then 19th, paid cash to Ranjit 9,700. Discount received 300. 30th, paid salary rupees 4,400. ഇതിലാണ് നമുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ബോർഡിലേക്ക് പോകാം, ബോർഡിൽ വർക്ക് ചെയ്യാം. ഇതാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഒരു കോളാണ് കൂടിയിട്ടുള്ളത് രണ്ട് സൈഡിലും. എമൗണ്ട് കോളത്തിന് ഇപ്പുറത്തൊരു ഡിസ്കൗണ്ട് കോളം കൂടി. ബാക്കിയുള്ള കോളംസൊക്കെ നേരത്തെ ഉള്ളതാണ്. ഡേറ്റ്, റെസീപ്റ്റ്സ്. ഇത് റെസീപ്റ്റ് കിട്ടുന്ന സമയത്ത് റെസീപ്റ്റിൻ്റെ നമ്പർ, അതായത് പൈസ കിട്ടുന്ന സമയത്ത് റെസീപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും നമ്മൾ. ആ റെസീപ്റ്റിൻ്റെ നമ്പർ എഴുതാനുള്ള സ്ഥലമാണ്, കോളാണ്. ഇത് LF. ഇവിടെ അപ്ലിക്കേഷനൊന്നും ഇല്ലെങ്കിലും ആ ഫോർമാറ്റ് കൃത്യമായിട്ട് വരച്ചു എന്നേ ഉള്ളൂ. ഡിസ്കൗണ്ട്, എമൗണ്ട്. ഇപ്പുറത്ത് അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും ഡേറ്റ്, പേയ്മെൻറ്റ്സ്. പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ വൗച്ചർ സൈൻ ചെയ്ത് മേടിക്കും, അതുകൊണ്ടാണ് വൗച്ചർ നമ്പർ. അല്ലെങ്കിൽ ഇൻവോയ്സ് മേടിക്കും, അപ്പോൾ ഇൻവോയ്സ് നമ്പർ. LF, ഡിസ്കൗണ്ട്, എമൗണ്ട്. ഇതാണ് ഫോർമാറ്റ്. ഹെഡിങ് എഴുതിയിട്ടുണ്ട് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2019 January 1st ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ അതിലൊന്നും മാറ്റമില്ല. 2019 January 1st. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്. അപ്പോൾ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എത്രയാണ് എമൗണ്ട് വരിക? ഇവിടെ തന്നിട്ടുള്ളത് 11,900. അടുത്തത് റിസീവ്ഡ് ക്യാഷ് ഫ്രം മോഹൻ 8,800. ഡിസ്കൗണ്ട് അലൗഡ് 200. അപ്പോൾ നമുക്ക് 9,000 രൂപ കിട്ടാനുള്ളതാണ് മോഹൻ്റെ കയ്യിൽ നിന്ന്. പക്ഷേ 8,800 രൂപയാണ് കിട്ടിയുള്ളൂ. 200 രൂപ ഡിസ്കൗണ്ടായിട്ട് നമ്മൾ അലൗ ചെയ്തു. 10-ാം തീയതി നമ്മൾ എഴുതേണ്ടത് മോഹൻ മോഹൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് 8,800 രൂപയാണ്. 200 രൂപ ഡിസ്കൗണ്ടായിട്ട് അലൗ ചെയ്തു. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ രണ്ടാമതൊരു ഡിസ്കൗണ്ട് കോളം എന്ന് എഴുതേണ്ട കാര്യമില്ല. അടുത്തത് പെയ്ഡ് ക്യാഷ് ടു രഞ്ജിത്ത് 9,300. ദെൻ
അതിനോട് ചേർത്ത് വായിക്കണം ഡിസ്കൗണ്ട് റിസീവ്ഡ്. നമുക്ക് 10,000 രൂപ കൊടുക്കാനുള്ളതാണ് രഞ്ജിത്തിന്. പക്ഷെ 9,700 രൂപ കൊടുക്കുകയും 300 രൂപ ഡിസ്കൗണ്ടായിട്ട് കിട്ടുകയും ചെയ്തു. ബൈ രഞ്ജിത്ത് 9,700. ₹300 ഡിസ്കൗണ്ടായിട്ടും കൊടുത്തു. ഡിസ്കൗണ്ടായിട്ട് കൊടുക്കല്ല, ഡിസ്കൗണ്ടായിട്ട് നമുക്ക് കിട്ടി. 9,700 രൂപയെ നമ്മൾ കൊടുത്തിട്ടുള്ളൂ, 300 രൂപ ഡിസ്കൗണ്ട് കിട്ടി. അപ്പം അങ്ങനെ ടോട്ടൽ രഞ്ജിത്തിന് കൊടുക്കാനുള്ള എത്രയാണ്? 10,000 ആണ്. അതിൽ നിന്ന് 9,700 നമ്മൾ പേ ചെയ്തു, 300 രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി. അടുത്തത് പെയ്ഡ് സാലറി 4,400. $4,400. വേറെ ഒന്നുമില്ല. രണ്ട് സൈഡ് ഈക്വലായിട്ട് വരയ്ക്കുക. ഇവിടെ 11ഉം 8ഉം 19, 19ഉം 1ഉം 20, 20, 700, 20,000. ഈ 20,700 നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. എന്നിട്ട് ബാലൻസ് ചെയ്യാം. അവിടെ 9ഉം 9,700ഉം 300ഉം 10, 14,100. അപ്പോൾ 6,600, 6,600. ഇവിടെ ജനുവരി 31 ബാലൻസ് ക്യാരി ഡൗൺ 6,600. അത് തന്നെ ഫെബ്രുവരി 1-ാം തീയതി ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞത്ര ഏതാ? 6,600. ഞാനിവിടെ കൂട്ടിയിട്ടില്ല. 6,600. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസ്കൗണ്ടിൻ്റെ കോളത്തിലുള്ള വെറുതെ കൂട്ടിയിടേ വേണ്ടു. നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയാണ്, ഡിസ്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസിൽ ഡിസ്കൗണ്ട് വരാൻ പാടില്ല. ഡിസ്കൗണ്ട് ജസ്റ്റ് കൂട്ടിയിടുക മാത്രമേ വേണ്ടൂ. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഡിസ്കൗണ്ട് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. എത്ര ഡിസ്കൗണ്ട് ടോട്ടൽ അലൗ ചെയ്തിട്ടുണ്ട്, എത്ര റിസീവ് ചെയ്തിട്ടുണ്ട്, അതറിയാൻ മാത്രമാണ്. അതല്ലാതെ ബാക്കിയൊക്കെ ബാലൻസിങ്ങും ക്ലോസിങ്ങും ഒക്കെ സാധാരണ ഒരു സിംഗിൾ കോളം അക്കൗണ്ട് എങ്ങനെയാണോ ചെയ്യുക അതുപോലെയാണ്, സാധാരണ അക്കൗണ്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് അത് ചെയ്യുക. ഇനി അടുത്ത പോസ്റ്റിംഗ് ആണ്. പോസ്റ്റിംഗ് പറയാനുള്ളത്, ഇതിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളൊരു ജേണൽ എന്നുള്ള ബേസിലാണ്. പോസ്റ്റിംഗ് ചെയ്യുന്നത് ഈ ഓരോ ഐറ്റവും എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോസ്റ്റിംഗ് ലെഡ്ജർ റെക്കോർഡ് വരച്ച് സാധാരണ പോലെ തന്നെ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സസൈസ് പ്രോബ്ലത്തിൽ നിന്നാണ്. പേജ് നമ്പർ 40, ക്വസ്റ്റ്യൻ നമ്പർ 16. Enter the following transactions in a single column cash book. 2019 March 1st, balance of cash in hand 8,000. അന്ന് തന്നെ received cash from Anand on account. 3rd paid to Kumar on account ₹1,500. 5th purchased goods for cash ₹2,400. 5th received interest 150. 6th received commission ₹250. 7th paid wages ₹1,500. 9th sold goods for cash 1,800. 11th paid cash to Madan ₹2,100. 14th
റിസീവ്ഡ് ക്യാഷ് ഫ്രം ജയ ആൻഡ് കമ്പനി ₹1050. 15th പെയ്ഡ് സാലറീസ് ₹550. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കിത് ബോർഡിൽ വർക്ക് ചെയ്യാം. 2019 മാർച്ച് 1 തീയതി ഓപ്പണിംഗ് ബാലൻസ് ആണ്. ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അപ്പോൾ അത് ആദ്യം എഴുതാം. നേരത്തെ ക്വസ്റ്റ്യൻ്റെ സെയിം ഡേറ്റ് ആണ്, മാർച്ച് 1. മാർച്ച് 1 തീയതി ഓപ്പണിംഗ് ബാലൻസ് ആണ്. ബാലൻസ് ബ്രോഡ് ഡൗൺ. ഓപ്പണിംഗ് ബാലൻസ് ആയതുകൊണ്ട് ബ്രോഡ് ഡൗൺ ആണ് നമ്മൾ എഴുതുക. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് 8,000 8,000. അടുത്ത ട്രാൻസാക്ഷൻ സെയിം ഡേറ്റിൽ തന്നെ 1 തീയതി തന്നെയാണ് അടുത്ത ട്രാൻസാക്ഷൻ നടക്കുന്നത്. റിസീവ്ഡ് ക്യാഷ് ഫ്രം ആനന്ദ് ഓൺ അക്കൗണ്ട്. ആനന്ദിൽ നിന്ന് നമുക്ക് പൈസ കിട്ടി. അപ്പോൾ സെയിം ഡേറ്റിന് തന്നെ ടു ആനന്ദ് എത്രയാണ്? 2,000 രൂപയാണ് കിട്ടിയത് ആനന്ദിൻ്റെ കയ്യിൽ നിന്ന്. 2,000. അടുത്ത 3 തീയതിയാണ് പെയ്ഡ് ടു കുമാർ ഓൺ അക്കൗണ്ട്. കുമാറിനെ നമ്മൾ 1,500 റുപ്പീസ് കൊടുത്തു എന്നുള്ളതാണ്. 2019 മാർച്ച് 3 തീയതി ബൈ കുമാർസ് അക്കൗണ്ട് എന്നൊക്കെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ബൈ കുമാർ 1,500. 1,500. 3 തീയതി കഴിഞ്ഞാൽ അടുത്ത 5 തീയതിയാണ്, 5th പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹2,400. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് പേയ്മെൻറ്റ് വരികയാണ് ചെയ്യുക അല്ലേ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 5 തീയതി. പർച്ചേസസ് എമൗണ്ട് 2,400. 2,400. ദെൻ അടുത്തത് റിസീവ്ഡ് ഇൻട്രസ്റ്റ് 5 തീയതി തന്നെ. റിസീവ്ഡ് ഇൻട്രസ്റ്റ്, അപ്പോൾ അത് റിസീവ് ചെയ്തതാണ്. അപ്പോൾ അതിന് ഇവിടെയാണ് എഴുതേണ്ടത് 5 തീയതി. ഇൻട്രസ്റ്റ് എത്രയാണ്? 150. 150 രൂപ. അടുത്ത റിസീവ്ഡ് കമ്മീഷൻ, അതും റെസീപ്റ്റ് സൈഡ് തന്നെയാണ്. കമ്മീഷൻ എമൗണ്ട് 250. 250. പെയ്ഡ് വേജസ് 7 തീയതിയാണ്. പെയ്ഡ് വേജസ്, അപ്പോൾ 7 തീയതി വേജസ് പേ ചെയ്തു. പെയ്ഡ് വേജസ് 1,500. 1,500. അടുത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 1,800. അപ്പോൾ നമുക്ക് പൈസ കിട്ടുകയാണ് ചെയ്തത് 9th. സെയിൽസ് 1,800. 1,800. അടുത്തത് പെയ്ഡ് ക്യാഷ് ടു മദൻ.
ക്യാഷ് പേ ചെയ്തു 11-ാം തീയതിയാണ്. മദൻ റുപ്പീസ് 2100. $2100. റിസീവ്ഡ് ക്യാഷ് ഫ്രം ജയ ആൻഡ് കമ്പനി 14-ാം തീയതിയാണ്. ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത് എന്ന് മാത്രം എഴുതിയാൽ മതി. ജയ ആൻഡ് കമ്പനി. അപ്പോൾ ഇതാണിത് എഴുതുമ്പോഴുള്ളൊരു റെക്കോർഡ് ചെയ്യുമ്പോഴൊരു ഈസിനെസ് കണ്ടോ. പൈസ കിട്ടിയതൊക്കെ ഒരു സൈഡിൽ എഴുതുക, കൊടുത്തൊക്കെ വേറെ സൈഡിൽ എഴുതുക, എളുപ്പമാണ്. ജയ ആൻഡ് കമ്പനി 1050. അടുത്തത് പെയ്ഡ് സാലറീസ് 550. 15-ാം തീയതി. സാലറീസ് 550. ഇത്രയായി കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്, കംപ്ലീറ്റ് ആവുകയാണ്. നമുക്ക് സാധാരണ പോലെ ലാസ്റ്റ് എഴുതിയിൽ നിന്ന് ഒരു ലൈൻ ഇറക്കി വരയ്ക്കുക. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ബാലൻസ് എവിടെ വരിക എന്നുള്ളത്, എങ്കിലും ലൈൻ ഇറക്കി വരയ്ക്കാം. ഇത് ടോട്ടൽ ചെയ്യുക. 2, 10, 11, 12, 13, 250. ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കുക കേട്ടോ കുട്ടികൾ. $8,000, 5,200. ഇവിടെ 5,200. മാർച്ച് 31 ബൈ ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് അല്ല, ക്യാരി ഡൗൺ. ദെൻ ഏപ്രിൽ 1 ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 5,200. ഇന്ന് എടുത്ത ടോപ്പിക്കൊക്കെ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.